എന്നാൽ ഇനിയൊരു കഥപുര ചെയ്യാൻ എന്നുടെ ഗുരുവരനരുളിയ പോലെ ഓട്ടം തുള്ളലിൽ പലതും പറയും, അതു കേട്ടാലും ഖേദിക്കരുതേ. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാർക്കും പരിഭവമരുതേ. പ്ലസ് ടു കഴിഞ്ഞ് കാശു കൊടുത്തൊരു വീട്ടിൽ സീറ്റോ ഞങ്ങൾ വന്നൊരു കോളേജ് ഏതാ, വന്നൊരു കോളേജ് ഏതാ, നമ്മുടെ സ്വന്തം എട്ടര മണിയുടെ ബെല്ലതു കേട്ടാൽ ഏറ്റത് കൂട്ടും നമ്മുടെ കാരണമെന്താ? തുറക്കണ ജോലി, അടയ്ക്കണ ജോലി, കൂട്ടണ ജോലി ഞങ്ങളുടെതാണ്. ഏറ്റിൽ പടിയതു കടന്നാൽ പിന്നെ ചെക്കിങ്ങാണ്. അയ്യോ ഷൂവും സോക്സും ID കാർഡും കബട്ടൻസും കമ്പൽസറി. താടി വടിക്കണം, താടി വടിക്കാൻ ഷേവിംഗ് സെറ്റോ സ്റ്റോറിൽ നിരവധി രാവിലെ വന്ന് ക്ലാസ്സിൽ കയറിയ പേപ്പറുമായി ടീച്ചർ മുന്നിൽ. കാരണമെന്താ? എടുക്കണ പേന ഇരിക്കണ അവിടെ, എഴുതണ മോനെ GMD. ഏതാ എക്സാം, ആരുടെ എക്സാം? ലാബും സർവേ ലാബും FMCS ട്രിപ്പിൾ ലാബും. ലാബിൽ കയറാൻ പോയൊരു നേരം ദാണ്ടവരുന്നട അവിടൊരു ചോദ്യം. ലാപ്ടോപ്പെന്തേ? എവിടെ ലാപ്ടോപ്പെന്തേ? റെക്കോർഡ് എവിടെ? ഇറങ്ങട മോനെ ലാബിൽ നിന്ന്. ക്ലാസുകൾ അനവധി കടന്നും പോയി, ഒടുവിലെത്തി സീരീസ് എക്സാം. 4:30 മണിയുടെ ബെല്ലതു കേട്ടാൽ ദാണ്ടവരുന്നട റെമഡിയൽ ക്ലാസ്. സീരീസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ രാവും പകലും ഇവിടെ തന്നെ. വീട്ടിൽ വരുമ്പോൾ ആഘോഷങ്ങൾ വന്നെത്തുമ്പോൾ വേഷം കെട്ടൽ അതിലും കഷ്ടം. റേഷൻ വാങ്ങ
ഒട്ടിയ പാൻറ്റും ഷൂവും വേണം. മുട്ടോളം ഒരു ഷർട്ടും ഇട്ട് പലവിധ വർണ്ണ സ്നീക്കറും ഇട്ട് ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി അത് ഭാരതനാട്ടിന്നു കൊണ്ടേ പോയി. ബ്രഷും പേസ്റ്റും ഇല്ലെന്നാലും ലിപ്സ്റ്റിക് വേണം ക്യൂട്ടസ്. പാലപ്പൂവിൻ നിറമാണേലും വെള്ളം കണ്ടിട്ടൊത്തിരി. ഇടയിൽ തരികിട ചുറ്റിക്കളിയും SMS-ഉം മിസ്സോളിയും. പെണ്ണുങ്ങളിലും പലവിധ രൂപം. ഇത് കണ്ട് ചിലരുടെ ഉള്ളിൽ തെക്കുവടക്കു നടന്നിട്ടൊടുവിൽ അറ്റൻഡൻസോ ഷോർട്ടേജായി. 75 എത്തിക്കാനായി അട്ട പിടിക്കണ പോലെ പിടിച്ചു. അങ്ങനെയിരിക്കെ യൂണിവേഴ്സിറ്റി നമ്മക്കിട്ടൊരു താങ്ങുണ്ട്. എക്സാം ഫീസോ കുത്തനെ കൂട്ടി എഴുതിയതെല്ലാം സപ്ലിയുമായി. കളിയും ചിരിയും കൂട്ടത്തല്ലും അങ്ങനെ കൊല്ലം 4 കഴിഞ്ഞു. അങ്ങനെയൊടുവിൽ കൂടെ നടന്നൊരു കാമുകി എന്നെ തേച്ചതു നിൽക്കും. ഇങ്ങനെയെല്ലാം തീരും നേരം ബാക്കി വരുന്നത് സപ്ലികൾ മാത്രം. അങ്ങനെയൊക്കെ ആണെന്നാലും നമ്മുടെ കോളേജ് അടിപൊളി തന്നെ. എക്സാമിന്റെ ഫലമിതു വന്നാൽ റാങ്കിങ് ഫ്ലെക്സുകൾ മാറി നടക്കും. ഇവിടുന്നിങ്ങനെ ഇറങ്ങും നേരം ഞങ്ങൾക്കൊന്നേ പറയാൻ